എന്താണ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, അത് പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾക്ക് എന്തോ സംസാരിക്കാനുണ്ട്, എനിക്കറിയാം. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല. ക്ഷമിക്കണം, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകാൻ പോകുന്നവരാണ്. നമ്മൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയും പാടില്ല. ആര് പറഞ്ഞു എനിക്ക് തെറ്റിദ്ധാരണയുണ്ടെന്ന്? അപ്പോൾ തെറ്റിദ്ധാരണയേ ഇല്ല. നന്നായി. ഇല്ല, എനിക്ക് ഒരു തെറ്റിദ്ധാരണയും ഇല്ല. ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. ഞാനും പുല്ലാങ്കുഴ ലൂത്തുകാരനായ ഒരു ഇടയ ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണെന്നും അതുകൊണ്ട് എനിക്ക് മറ്റൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്നും മറ്റും നിങ്ങളുടെ വീട്ടുകാരെ ആരോ അറിയിച്ചെന്നുമൊക്കെയാണല്ലോ. അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു അല്ലേ? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. എനിക്ക് ആ ചെറുപ്പക്കാരനെ നല്ല പോലെ അറിയാം. നന്നായി പുല്ലാങ്കുഴൽ വായിക്കും. സംഗീതം എനിക്ക് ഇഷ്ടവുമാണ്. കുട്ടിക്കാലം മുതൽക്കേ എന്റെ വീട്ടുകാർ എന്നെ നൃത്തവും സംഗീതവും അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ ആകെ കുഴപ്പത്തിലായി. എന്താണെങ്കിലും തുറന്നു പറയും. ഇനി ഒന്നും ഒളിച്ചു വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പാട്ടുകാരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നാണോ? അയാൾ എന്നെ മോഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മേലിൽ അയാൾ എന്നെ കാണരുതെന്ന് പോലും ഞാൻ വിലക്കിയിട്ടുണ്ട്. പൂർണ്ണ മനസ്സോടെ എന്നെ വിവാഹം കഴിക്കാൻ ചന്ദ്രിക തയ്യാറാണോ? നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ? അതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വന്നത്. എന്നേക്കാളും ഇതിൽ സന്തോഷിക്കുന്നത് എന്റെ അച്ഛനും അമ്മയുമായിരിക്കും. കല്യാണ തീയതിയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഈ മിഥുനം 21 ശനിയാഴ്ച രാത്രി 12:30 നമ്മുടെ കല്യാണം. ഒരിക്കൽ യാതാവിന്റെ തലയ്ക്ക് ചൂടായാണ് നടക്കുന്നത്. അത് ബാധിച്ചു. ഇടയക്കുഴിയിൽ ഉത്സവ കാലമാണ്. ഇടയക്കുഴിയിൽ ചുടുവാലിയേക്കാൾ ഓടാട്ടുന്നുണ്ടല്ലേ. മാറന്തമ്പുരാന് ഇതൊന്നൊരു തലവിധി. പെമ്മക്കളുള്ള അമ്മമാർക്ക് പോലും ഇത്തരം ഒരു ശ്വാസം മുട്ടലില്ല. എല്ലാം എന്റെ തലവിധി. രമണൻ അവരെത്തിയില്ലേ? നീ കണ്ടില്ലേ? നിങ്ങൾ ഒരുമിച്ചല്ലേ പോക്കും വരുത്തോക്കാം. ഈയിടെയായിട്ട് അങ്ങനെ അല്ലപ്പാ. അതെന്താ മക്കളെ? എനിക്കറിയാം മേലപ്പാ. ഇനി നിങ്ങൾ തമ്മിൽ പിണങ്ങിയ അപ്പനറിയാലോ. അവൻ പിണങ്ങിയാലും എനിക്കതിന് കഴിയൂ. പിന്നെ ഇതൊക്കെ എന്താണ് മക്കളെ? ഈയിടെ അവന് വല്ലാത്തൊരു മാറ്റം. എല്ലാരും ഇന്ന് ഒഴിഞ്ഞു മാറി നടക്കുക. എന്ത് ചോദിച്ചാലും
ഒന്നും മിണ്ടുകയുമില്ല. ആ കോമളനും കോവാലനും വന്നിട്ട് നേരത്തെ പോവുകയും ചെയ്തു. എപ്പോ നോക്കിയാലും ആറ്റിനെത്ര ആ പാറക്കെട്ടിൽ ചെന്ന് തലയും കുമ്പിട്ട് ഒരേ ഇരിപ്പ. മലദൈവങ്ങളെ ചതിച്ച യക്ഷികളുടെ ആവാസമുള്ള സ്ഥലവും ഇനി സുന്ദരേച്ചിയുടെ തന്നെയാ എനിക്കും തോന്നുന്നത്. എന്ന് വെച്ചാ ഞാനൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറ മക്കളെ. എന്റെ അപ്പൻ ഒന്നും മനസ്സിലാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായി, ഇയാളെല്ലാം മനസ്സിലായി. ആ മാളിക വീട്ടിലെ അമ്രാട്ടി കൊച്ചിന്റെ കാര്യമായിരിക്കും. അപ്പ എന്റെ പൊന്നപ്പനല്ലേ, അപ്പൻ അറിഞ്ഞു എന്ന് അവനറിഞ്ഞാൽ പോയി തലതല്ലിച്ചാവും. അത്രയ്ക്ക് അഭിമാനിയാ. ഇനി ഞാൻ മാത്രം അറിയാതിട്ട് എന്ത് കാര്യം? ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അപ്പ ഞാനെ വിളിക്കണ്ട, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ നോക്കും. മക്കളെ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. അവൻ എവിടെയൊക്കെയാണ് പകല് കഴിച്ചു കൂട്ടണെന്ന് വെച്ചാ അവിടെയൊക്കെ ചെന്ന് നോക്കും. മലദൈവങ്ങളെ, എന്റെ പൊന്നുമോൻ രമണനൊരാപത്തും വരുത്തല്ലേ. നിനക്കൊരു കൂടെ കണ്ണും ഒരു കോയിലെ നേയിച്ചേക്കാവേ. മക്കളെ, അപ്പാ, നമ്മുടെ രമണയുണ്ടല്ലോ, ആ പാറക്കത്തിന്റെ താഴെ മഴക്കൂട്ടത്തിന്റെ ഇടയിൽ പ്രാച്ചു വെള്ളി കുരുങ്ങി കിടക്കുകയായിരുന്നു. ഇവന് ഭയങ്കര പനി, ഭയങ്കര മഴയില്ല, ചവിട്ടേയില്ല, ചമ്മണ്ടേയില്ല. എനിക്ക് തോന്നണത് യവന്റെ ദേഹത്ത് ഏതോ ശാശി കൂടിയെന്നാണ്. അതുകൊണ്ട് അപ്പൻ യവന് മന്ത്രവാസവും കഴിക്കണം, യവന് മരുന്നും കൊടുക്കണം. ഏറ്റല്ല, അപ്പൊ ഞങ്ങൾ പോകട്ടോ. വാടാ, നമുക്ക് പോവാം. മക്കളെ, മക്കളെ, നിനക്ക് എന്തേലും വെച്ച് മക്കളെ. ഒന്നുമില്ലപ്പാ, ചെളി തറച്ച പോലെ. കുറച്ച് പച്ചവെള്ളം കുടിച്ചപ്പോ അതങ്ങ് മാറി. മദനൻ എവിടെയപ്പാ? മക്കളെ, നേരെ എത്ര ആയിരുന്നാണ് നിന്റെ വിചാരം? ഇത്രയും നേരമായിട്ടും നിന്നെ കാണാനിട്ട് അവൻ കാട്ടിലോട്ട് തിരക്കിപ്പോയി. എന്തൊരു കഷ്ടം! ഞാൻ കാരണം ആർക്കെല്ലാം ബുദ്ധിമുട്ടുകൾ. മക്കളെ, അപ്പം പോയി മദനെ വിളിച്ചിട്ട് വരാം. മദനാ, മദനോ, അപ്പോ ഞാൻ മക്കളെ, അവൻ ഈടെ രാജാവുണ്ട്. ഇപ്പൊ ഇങ്ങ് വരും. ഉച്ചക്ക് എന്തോ കഴിച്ചു. കാലത്തും ഒന്നും കഴിച്ചതല്ലോ, പിന്നെ എങ്ങനെ തടഞ്ഞു വീയാനിരിക്കും? മക്കളെ, ആരോടെങ്കിലുള്ള പക തീർക്കാൻ വേണ്ടി ഇങ്ങനെ സ്വയം ശരീരം നശിപ്പിക്കരുത്. അപ്പം പോയി കിടന്നു. നേരെ ഒരുപാടായില്ലേ. മകനെ ഇപ്പൊ ഇങ്ങ് വരും. എനിക്കൊരു കുഴപ്പമില്ല. മകന, നീ എന്നോടൊന്നും മിണ്ടണ്ട. നീ കൊണ്ടുവെക്കുമെന്ന് അവനെല്ലാം എന്നോട് പറഞ്ഞു. എടാ, സ്വന്തം ചോരയിൽ പറഞ്ഞ എന്നെക്കാളും നിന്നെ സ്നേഹിക്കുന്ന ഈ വയസ്സിന് ഈ ഞാനുമാണോ അവന് ശത്രുക്കൾ? ഞങ്ങൾ നിന്നെ കഞ്ഞിലാണോടാ? കേവലം ഏതോ ഒരു പെണ്ണിന് വേണ്ടി ചത്തു തൊലയാണോ അതിന് തീരുമാനം? നീ എന്നെ കുറിച്ച് എന്തുവേണോ പറഞ്ഞോ? എന്റെ ദേവിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഞാനിവിടെ കിടന്നെ തല തള്ളിക്കളഞ്ഞു. ഈ സഹോദരന് അമിത സ്നേഹം കൊണ്ടാണെങ്കിൽ
ഇപ്പോൾ. മദന, എന്റെ ദേവിയെ അവരാ മാളികയ്ക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറെ നാളായി ഞാൻ അലയുന്നു. ഒരു നോക്ക് കാണാൻ കെഞ്ചി നോക്കി, അവർ എന്നെ കയറ്റി വിടുന്നില്ല. ഒന്ന് കണ്ടാ മതി, ഒരു വാക്കുപോലും പറയാതെ ഞാൻ ഇങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ ചങ്കട മരിച്ചോളാം. ഭാനുമതിയോ? ഭാനുമതി തന്നെ. ഭാനുമതി, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എത്രയൊക്കെ ആയാലും ഇത്രയും നാൾ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും ധിക്കരിക്കാൻ ഒക്കുമോ? അത് നേരത്തെ ആലോചിക്കാമായിരുന്നു. ആ പാവത്തിനെ വെറുതെ മോഹിപ്പിക്കണ്ടായിരുന്നു. അപ്പോൾ നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആ പാവം ഈ വീടിന് മുന്നിൽ കിടന്ന് തലയിറങ്ങി ചാകുന്നതിന് മുമ്പ് ഞാനിവിടം വിടുകയാണ്. നിന്റെ ഇഷ്ടം. ഒന്ന് നിൽക്കൂ.